സഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ സ്പീക്കർ മൈക്ക് ഓഫാക്കിയതാണ് വലിയ പ്രകോപനത്തിലേക്ക് വഴിവെച്ചത്. ഇന്നും ഉണ്ടായി പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്കുതർക്കം. അതിനെ തുടർന്നാണിപ്പോൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ നിയമസഭയിൽ നിന്നും VS അനു ചേരുകയാണ്. അനു, ഈ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് തർക്കം ഇപ്പോൾ ഒരു സ്ഥിരം ഐറ്റമായി മാറുകയാണല്ലേ സഭയിൽ? ഇന്ന് എന്താണ് ഇരുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിച്ചത്? ലക്ഷ്മി, സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭയിൽ, പ്രത്യേകിച്ച് വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ പേരിലാണ് ഇരുവരും തമ്മിൽ എല്ലാ സമയത്തും ഇങ്ങനൊരു വാക്കേറ്റത്തിലേക്ക് ഏർപ്പെടുന്നത്. വാക്കൗട്ട് പ്രസംഗം ഒരുപക്ഷെ നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം നടത്തുന്നയാളാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇക്കാര്യം പറയാറുമുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന പ്രസംഗം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായും ചെയർ ഇടപെടാറുണ്ട്. ഇന്നും 11 മിനിറ്റ് ആയപ്പോഴാണ് ചെയർ ഈ കാര്യത്തിൽ ഇടപെട്ടത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. അതായത് ഇന്ന് ഈ പറയുന്ന ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അതിനെതിരെ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് SUCAയുടെ വക്താവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു എന്നുള്ളൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ഇതാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം ഉന്നയിച്ചത്. കാരണം ഈ നിയമസഭയിലുള്ള കക്ഷികൾക്ക് മാത്രമേ സമരം ചെയ്യാനോ അങ്ങനെ അത്തരത്തിലുള്ള പ്രക്ഷോഭം നടത്താൻ പാടുള്ളൂ എന്നുള്ള ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സമരത്തിൽ പങ്കെടുത്ത് ഈ കുട കൊടുത്ത സുരേഷ് ഗോപി ഉമ്മ കൂടെ കൊടുത്തു എന്ന CIT നേതാവിൻ്റെ ഒരു പരാമർശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കൂടി വന്നതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബഹളത്തിലേക്ക് സഭ പോയത്. ഇപ്പോഴും നിയമസഭയിൽ വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നു. അങ്ങ് കൂടുതൽ റൂളൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ അങ്ങനെ പറയേണ്ട എന്നടക്കമുള്ള വളരെ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ കർക്കശത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് ഇടപെടുന്നത് നമ്മളിന്ന് കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൻ്റെ മൈക്ക് ഒടുവിൽ ചെയർ ഓഫ് ചെയ്തു. മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം റദ്ദ് ചെയ്തു. മാത്രമല്ല, സബ്മിഷനിലേക്ക് സഭാ നടപടികൾ കടന്നിരിക്കുന്നു. ഇപ്പോൾ സബ്മിഷന് അവതരിപ്പിക്കുകയാണ് സഭയിൽ. അസാധാരണമായ നടപടികൾ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഈ വാക്കൗട്ട് പ്രസംഗം ഈ പ്രതിപക്ഷ കക്ഷിയുടെ നേതാക്കൾക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം നൽകാറുണ്ട്. അത് ഇന്ന് ഇവിടെ ഉണ്ടായില്ല. ഏറ്റവും പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു വാക്കേറ്റം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന അതേ വിഷയം ഇന്നും സഭയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 23 ദിവസങ്ങളായി ആരോഗ്യമന്ത്രി ഇതിനോട് CI2 നേതാവിനെ തിരുത്തുമോ? എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി അതിന് മറുപടി പറയുന്നില്ല എന്ന ചോദ്യമാണ് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് മൈക്ക് ഓഫ് ആക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്ന് തോന്നുന്നു. ഏതായാലും നേരത്തെ തന്നെ VD സതീശൻ സഭയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് മുമ്പൊക്കെ VS അച്യുതാനന്ദൻ അടക്കം സംസാരിച്ചിട്ടുള്ള സമയം ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ കക്ഷി നേതാക്കൾക്ക് കൂടി സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പതിവിലും കൂടുതൽ കാർക്കശ്യത്തോടെ സ്പീക്കർ പെരുമാറുന്നുണ്ടോ? എന്താണ് ആ നിയമസഭാ നടപടികൾ കാണുമ്പോൾ അനുവിന് തോന്നിയ കാര്യം? ലക്ഷ്മി, സാധാരണ ഇപ്പോൾ VS ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ വളരെയധികം സമയമെടുത്ത് ആ സമയത്തൊന്നും സാധാരണ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് പ്രസംഗത്തിൽ ഇടപെടാറില്ല. കാരണം മുതിർന്ന നേതാക്കളായിരിക്കും. അതുകൊണ്ട് സാധാരണ മറ്റ് പ്രതിപക്ഷ നേതാക്കളുമായി നമ്മൾ താരതമ്യം നടത്തുമ്പോൾ വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ സമയം ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളാണ് VD സതീശൻ. അക്കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം തന്നെ പലതവണ അത് പോലും പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ഒരു കാർക്കശ്യക്കാരനായ ചെയറിനെ അല്ലെങ്കിൽ സ്പീക്കറെയാണ് നമുക്ക് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത്. 2 തവണ ഈ ഭരണപക്ഷ അംഗങ്ങളാണ് ഈ സഭയിൽ നിന്ന്. ശരിയാണോ? വിശദമായി നമ്മൾ അടുത്ത മണിക്കൂറിൽ ആ വാർത്തയിലേക്ക് തിരിച്ചെത്തും. ഏതായാലും സഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും കൊമ്പ് കോർക്കുന്നത് ഒരു പതിവ് ഇനമായി മാറിയിരിക്കുകയാണ്.